നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ചെടികളെയും മരങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും ഒക്കെ ആയിട്ട് ചെടികളും മരങ്ങളും ഒക്കെ നട്ടു വളർത്താനായിട്ട് ശ്രമിക്കാറുമുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന ചില മരങ്ങൾ അല്ലെങ്കിൽ ചില ചെടികൾ വളരുന്നതിനോടൊപ്പം തന്നെ ആ വീട്ടിലുള്ളവരുടെ ആയുസ് കുറയുന്നു എന്നതിൻ്റെ ചില സൂചനകളും തരാറുണ്ട്. ഒരു വീട് എന്ന് പറയുമ്പോൾ ഒരുപാട് ചെടികളും മരങ്ങളും ജീവജാലങ്ങളും ഒക്കെ അതിൻ്റെ ചുറ്റുമായിട്ട് ഉണ്ടാകും. വാസ്തുപരമായിട്ട് പറയുമ്പോൾ ചില സസ്യങ്ങൾ പെട്ടെന്ന് വളരുന്നതും പെട്ടെന്ന് പൂവിടുന്നതുമൊക്കെ ശുഭകരമാണ്. എന്നാൽ ഇതുപോലെ തന്നെ ചില ചെടികൾ പെട്ടെന്ന് വളരുന്നതും അതുപോലെ പെട്ടെന്ന് കാരണമൊന്നും കൂടാതെ വാടിക്കരിഞ്ഞു പോകുന്നതും ഒരുപാട് പൂവിടുന്നതുമൊക്കെ ചില അപകട സൂചനകളാണ് നൽകുന്നത്. ഇപ്രകാരം പ്രകൃതി തന്നെ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾ ഏതൊക്കെ ചെടികളെയാണ് ഇപ്രകാരം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വാസ്തുപരമായിട്ട് ഓരോ ചെടികളും ഓരോ വൃക്ഷങ്ങളും പ്രദാനം ചെയ്യുന്ന ഊർജത്തിന് വ്യത്യാസമുണ്ട്. ചില ചെടികൾ നമ്മുടെ വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജമായിരിക്കും കൊണ്ടുവരുന്നത്. എന്നാൽ ചില ചെടികൾ നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്നത് അതീവ ദോഷകരമാണ്. ഒരിക്കലും വിട്ടുമാറാത്ത രീതിയിലുള്ള രോഗാവസ്ഥകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവുമൊക്കെ ആ കുടുംബത്തിലുള്ളവർ അനുഭവിക്കേണ്ടി വരും. വാസ്തുപരമായിട്ട് ചില ചെടികൾ നടുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കാൾ ഉപരി നിങ്ങളുടെ വീടുകളിൽ മരണതുല്യമായ അവസ്ഥ അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ചില ചെടികൾ കാണിച്ചു തരുന്ന ചില സൂചനകളുണ്ട്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സൂചനകളൊക്കെയും. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് കള്ളിച്ചെടിയാണ്. കള്ളിച്ചെടികളെ പറ്റി പറയുന്ന സമയത്ത് ഒരു വീട്ടിലേക്ക് അവ കൊണ്ടുവരുന്നത് നെഗറ്റീവ് ഊർജം മാത്രമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വാസ്തുപ്രകാരം വളരെയേറെ ദോഷങ്ങൾ നൽകുന്ന ചെടിയായിട്ടാണ് കള്ളിച്ചെടിയെ കണക്കാക്കുന്നത്. കള്ളിച്ചെടികൾ വീടിന്റെ പ്രധാന വാതിലിനോട് ചേർത്ത് വളർത്തുന്നത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കള്ളിച്ചെടികൾ ഇങ്ങനെ വളർത്തുമ്പോൾ ആ വീട്ടിൽ എപ്പോഴും രോഗദുരിതങ്ങൾ വീട്ടിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ചു കൊണ്ടേയിരിക്കും. അത് മാത്രവുമല്ല, ഏറ്റവും പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കള്ളിച്ചെടികൾ വളരെ പെട്ടെന്ന് വളരുന്നതും പൂവിടുന്നതുമൊക്കെ ആ വീട്ടിൽ ഒരു മരണം സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് രണ്ടാമതായിട്ട് പറയുന്നത് അരളിച്ചെടിയെ കുറിച്ചാണ്. ഈ ചെടി വീടിനോട് ചേർത്ത് വച്ചു പിടിപ്പിക്കുന്നത് അതീവ ദോഷകരമാണ്. ഇവ വീടിനോട് ചേർത്തല്ലാതെ അല്പം മാറി നടുന്നതിൽ തെറ്റില്ല. നിങ്ങൾ സാധാരണ കാണുന്നതിലും കൂടുതലായിട്ട് അരളിച്ചെടികളിൽ വളരെയധികം പൂക്കൾ ഉണ്ടാകുന്നത് ആപത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സാധാരണ അതിലുണ്ടാവുന്ന പൂക്കളേക്കാൾ കൂടുതൽ വളരെ പെട്ടെന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഒരല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് വരാൻ പോകുന്ന ആപത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ വീട്ടിലേക്ക് മരണമോ മരണതുല്യമായ ദുഃഖമോ വരുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത വൃക്ഷം മാവാണ്. ഒട്ടുമിക്ക വീടുകളിലും മാവ് ഉണ്ടാവും. എന്നാൽ മാവ് സമയമല്ലാത്ത സമയത്ത്, അതായത് കാലം തെറ്റി പൂക്കുന്നത് ഒരു അശുഭകരമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്തുള്ള മാവ് എന്ന് പറയുന്നത് ഏത് സമയത്തും പൂവിടുന്ന മാവ് തന്നെയാണ്. അതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. സാധാരണ മാവുകൾ ഉണ്ടല്ലോ, ആ മാവുകൾ പൂക്കുന്നതിന് ഒരു നിശ്ചിത സമയമുണ്ട്. ഒരു നിശ്ചിത കാലത്ത് മാത്രമേ അത് പൂക്കാറുള്ളൂ. അങ്ങനെയുള്ള മാവുകളിൽ കാലം തെറ്റി പൂവിടുന്നത് വളരെ അശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് മാവിൻ്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുകയോ മാവ് കരിഞ്ഞു നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ദോഷകരമാണ്. ഇപ്രകാരം സംഭവിക്കുന്നതൊക്കെ സൂചിപ്പിക്കുന്നത് ആ വീട്ടിൽ അശുഭകരമായിട്ടുള്ള എന്തോ ഒരു കാര്യം നടക്കുവാൻ പോകുന്നു എന്നതാണ്. വലിയ ഒരു ദുഃഖവാർത്ത നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്നും ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുമ്പോൾ അതിനുള്ള പരിഹാരം ചെയ്യേണ്ടതാണ്. നിർബന്ധമായിട്ടും അത് നല്ല ഒരു ജ്യോതിഷിയെ കണ്ട് ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് അതിൻ്റെ പരിഹാരം നടത്തണം.
ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ചെടിയാണ് യൂഫോർബിയ. ഒരുപാട് മുള്ളുകളുള്ള ഒരുതരം ചെടിയാണിവ. ഇതിലുള്ള പുഷ്പങ്ങൾ കാണുവാൻ വളരെ മനോഹരമായതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും തന്നെ ഇത് വീടുകളിൽ വളർത്താറുണ്ട്. എന്നാൽ ഒരു സമയങ്ങളിൽ ഒരുപാട് വീടുകളിൽ ഇത് കാണാറുണ്ടായിരുന്നു. ഇന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാവണം ചിലരെങ്കിലും അത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ചെടികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികൾ വീടുകളിൽ വളർത്താതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ഇവ വീടുകളിൽ വളർത്തുമ്പോൾ ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു വരുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ചെടികൾ നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്നവയാണ്. ഈ ചെടികൾ തഴച്ചു വളരുന്ന വീടുകളിലെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഇനി നിങ്ങൾ ഈ ചെടികളെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ചെടി വച്ചു പിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വീടിന്റെ മുൻവശത്ത് വളർത്തുവാനായിട്ട് പാടുള്ളതല്ല. ഇപ്രകാരം ഇവ വീടിന്റെ മുൻവശത്ത് തഴച്ചു വളരുന്നതിനനുസരിച്ച് ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ ആയുസ്സിന് വരെ കുറവ് വരാൻ ഇടയാകും എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തത് തെങ്ങാണ്. നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തെങ്ങ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കേടുവന്ന് കരിഞ്ഞു പോവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ തെങ്ങിന്റെ ഓലകളിൽ മഞ്ഞ നിറം ബാധിച്ച് തെങ്ങിന്റെ മുകൾ ഭാഗം, അതായത് തലഭാഗം കരിഞ്ഞ് പെട്ടെന്ന് ആ തെങ്ങ് ഒടിഞ്ഞു വീഴുന്ന രീതിയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് അതീവ ദോഷകരമായ ഒരു സൂചനയാണ് നൽകുന്നത്. ആ വീടിന്റെ കുടുംബനാഥന് ഒരു ആപത്ത് വരാൻ പോകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള രോഗദുരിതങ്ങളൊക്കെ ഗൃഹനാഥനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സൂചനകൾ കാണുമ്പോൾ അതിനുവേണ്ട ജ്യോതിഷ പരിഹാരങ്ങൾ തേടാൻ മറക്കരുത്. ഇനി അടുത്തത് കറിവേപ്പാണ്. എല്ലാ വീടുകളിലും ദൈനംദിന ആവശ്യങ്ങൾക്ക്, അതായത് ഭക്ഷണാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇല തന്നെയാണ് കറിവേപ്പില. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീട്ടമ്മമാരും വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണിത്. ഒട്ടുമിക്ക വീട്ടമ്മമാരും ഒരു ചെറിയ തയ്യെങ്കിലും കൊണ്ട് നട്ടുപിടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇവ വീടിനോട് ചേർത്ത് വളർത്തുന്നത് അതീവ ദോഷകരമാണ്. ഇപ്രകാരം നമ്മൾ കറിവേപ്പില തൈ വീടിനോട് ചേർത്ത് നടുന്നത് ആ വീടിന്റെയും കുടുംബത്തിന്റെയും ഉയർച്ചയ്ക്കും മനസമാധാനത്തിനുമെല്ലാം തടസ്സമായിട്ട് മാറും. എന്നാൽ ഇവ വീടിന്റെ അടുത്തല്ലാതെ മാറ്റി നടുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ കറിവേപ്പില ധാരാളമായിട്ട് പൂക്കുന്നത് ആ വീട്ടിലേക്ക് മരണമോ മരണതുല്യമായ ദുഃഖമോ വരുവാൻ പോകുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ഒരു ചെടി എന്ന് പറയുന്നത് ബോൺസായി ചെടിയാണ്. ഈ ചെടി പലരും വാങ്ങി വീട്ടിൽ വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഒരു ചെടി വീട്ടിൽ വളർത്തുന്നത് ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് പച്ചമുളകാണ്. അതുപോലെ തന്നെ കാന്താരി മുളകൊക്കെ. ഇതിൻ്റെയൊക്കെ ചെടികളും നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടത് പലരും വീടിന്റെ അടുക്കള ഭാഗത്തൊക്കെ നട്ടു വളർത്താറുണ്ട്. ഇവ വീടിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ദോഷകരമായിട്ടാണ് കണക്കാക്കുന്നത്. എപ്പോഴും ഇതുപോലുള്ള ചെടികൾ വീട്ടിൽ നിന്നും കുറച്ച് മാറ്റി നടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ നടുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷെ വീടിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കാരണവശാലും ഇതുപോലുള്ള ചെടികൾ നട്ടു വളർത്തരുത്. ഇനി അടുത്തത് ശംഖുപുഷ്പമാണ്. അത് വെള്ളയോ നീലയോ ആയിക്കൊള്ളട്ടെ, ഇവ പുണ്യപുഷ്പങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇവ നമ്മുടെ വീടുകളിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ഒരു വീടായി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ചെടികളുണ്ട്, തുളസിയും അതുപോലെ മറ്റു ചെടികളും. അക്കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തേണ്ട ഒരു ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. എന്നാൽ നന്നായിട്ട് തഴച്ചു വളർന്നുകൊണ്ടിരുന്ന ഒരു ശംഖുപുഷ്പം പെട്ടെന്ന് കരിഞ്ഞു പോവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ പൂവിടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതീവ ദോഷകരമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു വലിയ ദുഃഖം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത ഒരു ചെടി എന്ന് പറയുന്നത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചി ചെടികൾ ഒരു കാരണവശാലും വീടിനോട് ചേർത്ത് വളർത്തുവാൻ പാടുള്ളതല്ല. പറമ്പിലോ നിങ്ങളുടെ അതിർത്തി ഭാഗത്തോ ഒക്കെ നിങ്ങൾക്കിത് വളർത്താം, അതിലൊന്നും തെറ്റില്ല. പക്ഷെ വീടിന് തൊട്ടടുത്തായിട്ട് മൈലാഞ്ചി ചെടി ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി മൈലാഞ്ചി പെട്ടെന്ന് പൂവിടുന്നതും കായ്ക്കുന്നതുമൊക്കെ അശുഭകരമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. എന്തൊക്കെയോ ദുഃഖങ്ങൾ നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്നതാണ് ഇത് നൽകുന്ന സൂചന. ഇനി അവസാനമായിട്ട് വരുന്നത് തുളസി ചെടിയാണ്. തുളസി ഇല്ലാത്ത വീടുകളില്ല. തുളസി പെട്ടെന്ന് വാടിപ്പോകുന്നതും നശിച്ചു പോകുന്നതും ദോഷസൂചന തന്നെയാണ് നൽകുന്നത്. നന്നായിട്ട് പൂത്തു നിൽക്കുന്ന തുളസി, നന്നായിട്ട് വളർന്നു നിൽക്കുന്ന തുളസി പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വരാനിരിക്കുന്ന എന്തോ ഒരു അശുഭത്തെയാണ് അല്ലെങ്കിൽ ദോഷത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെയും തന്നെ പ്രകൃതി നൽകുന്ന സൂചനകളാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നതിന് മുന്നേ പ്രകൃതി കാട്ടിത്തരുന്ന സൂചനകളാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സൂചനകൾ കാണുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ ശരിയായിട്ടുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് അതിന്റെ പരിഹാരം ചെയ്യേണ്ടതും വളരെ പ്രധാനമാണ്. ശരിയായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദോഷഫലങ്ങളെ ഇല്ലാതാക്കാനും നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.